ഈ ഗോപൻ സ്വാമി എന്തെങ്കിലും ചാരിയിരിക്കുകയായിരുന്നു പത്മാസനത്തിൽ? ഒരിക്കലുമില്ല. ഈ കൈലാസനാഥന്റെ നടയിൽ നിന്ന് സത്യമാണ് ഞാൻ മാഡം പറയണത്. ഈ സത്യമാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ഇല്ലെങ്കിൽ മഹാദേവൻ നമ്മളെ വെട്ടിക്കൊന്ന് കീറും. അയ്യോ, അങ്ങനൊന്നും ചെയ്യണ്ടമ്മ. കാരണം നമ്മുടെ നാട്ടില് അതല്ല, ഇത് പൊതുവെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്തായാലും നമുക്ക് അതിന്റെ സത്യാവസ്ഥ അമ്മയ്ക്കും അറിയണം. സംശയം കൊണ്ടാണ് ഇപ്പൊ മോൻ്റെ സംശയം. അതെ, അമ്മയ്ക്കും അറിയണം, സനന്ദനും രാജസേനും ഒക്കെ അതിൽ കുറ്റക്കാരല്ല. കറക്റ്റാ പറയാൻ പറ്റുന്നില്ല. അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മ. അപ്പം അദ്ദേഹം ചാരിയിരിക്കുകയായിരുന്നില്ല. സാധാരണ രീതിയിൽ അമ്മ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മരിക്കുമ്പോൾ ആ മരണം ഉറപ്പുവരുത്താൻ ഒന്നുകിൽ ഡോക്ടറുടെ സേവനം നമുക്ക് വേണം, അതല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് മെമ്പറെ വിളിക്കും, അതല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ആൾക്കാരെ കൂടി ഒന്ന് വിളിച്ച് മരണം ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ചുകൂടി സുരക്ഷിതരാണ്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു, പെട്ടെന്ന് നമ്മൾ അദ്ദേഹത്തെ മറവ് ചെയ്യാനോ സമാധിയാക്കാനോ പോയാൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും. ആ സംശയമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോ ആ സമയത്ത് ഡോക്ടറെ വിളിക്കാൻ തോന്നാഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഒരു സംശയം അമ്മ. കാര്യം അദ്ദേഹത്തിന് ചെറിയ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ ആരെന്നറിയാമോ? കൈലാസനാഥ ക്ഷേത്രത്തിന് സാക്ഷി നിർത്തി ഞാൻ പറയുന്നത് സത്യമാണ് മാഡം. ചെവിയിൽ പോയോ? അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യണം. നമ്മൾ ദൈവമായിട്ട് കോണ്ടാക്ട് ആണ്.